ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കിപ്പോൾ ഇവിടെ വന്ന പോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാം കേൾക്കുന്നത്. ആദ്യം തന്നെ വിനീഷൻ സാറിനും പേരിനൊക്കെ എല്ലാവിധ നന്ദി നമ്മളെ രേഖപ്പെടുത്തുകയാണ്. പ്ലൂട്ടോ ഒരു ചെറിയ പ്ലൂട്ടോ ഗ്രഹം പോലെ തന്നെ ഒരു ചെറിയ കോമഡി സൈക്കിൾ ചേർത്ത കോമഡി സിനിമയായിരിക്കും. അത് അങ്ങനെ തന്നെ വരണമെന്നാണ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും എല്ലാ സപ്പോർട്ടും ആദ്യത്തെ പൂജ ദിവസം പോലെ തന്നെ ഇതിൻ്റെ അവസാനം വരെ എല്ലാവരും കൂടെ നിൽക്കണം. ഇവിടെ വന്ന എല്ലാവരും എടുത്തും പേരെടുത്തിട്ടില്ല, എല്ലാവരും എടുത്തും നന്ദി പറയുന്നു. അതുതന്നെയാണ് വന്നെല്ലാവർക്കും. ആക്ച്വലി നിയാസിൻ്റെ ഒരു നമ്മൾ വായിച്ച സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയ നിയാസിൻ്റെ ഒരുപാട് സ്റ്റോറീസ് വായിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞാനും ചോദിച്ചൊക്കെ. ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ ടീം എന്നെ വിളിച്ചപ്പോൾ മോർ ദാൻ ഹാപ്പി. സിനിമയെ പറ്റിയൊന്നും പറയുന്നില്ല, അത് ഇവൻച്വലി നിങ്ങൾ കാണാൻ പോകുന്നതാണ്. സോ വന്ന എല്ലാവർക്കും നന്ദി. ഈ ഒരു സപ്പോർട്ടും ഈ ഒരു സ്നേഹവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. കാരണം നമ്മൾ ഒരു ചെറിയ ടീമാണ്, ഒരു പുതിയ ടീമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ keep us in your prayers and be with us throughout the process, throughout the journey. Thank you so much. ഒന്നുമില്ല, പ്ലൂട്ടോ അടിപൊളിയാവട്ടെ. എൻജോയ്ക്കും അൽത്താഫിക്കും അജു ചേട്ടൻ ഇതിനകത്ത് ഇതിലെ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും. പിന്നെ എൻജയല്ല കഞ്ചയല്ല നിഞ്ച മാതിരി കേറി പൊളിക്കും വെച്ചാൽ അതൊന്നും പറയാല്ലേ, തകർക്ക്. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. മുന്നോട്ട് പ്ലൂട്ടോ സംഭവിച്ചത് തന്നെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ബ്രീഫായിട്ട് പറയാം. ഞങ്ങൾ നിയാസിനെ ഞാൻ വേറൊരു സിനിമ കോറേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പോൾ ഞാനൊരു കോറേറ്ററിനെ തപ്പി നടക്കുന്നതിൻ്റെ ഇടയിൽ വീട് കിട്ടിയ ഒരു പുള്ളിക്കാരനാണ്. അപ്പം ആളുടെ റെസ്യൂമയുടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ IIT ഡ്രോപ്പ് ഔട്ട് ആണെന്നുള്ളതായിരുന്നു. അപ്പോൾ IIT ഗ്രാജുവേറ്റ് അല്ല, ഡ്രോപ്പ് ഔട്ട്. അത് വെച്ചാണ് പുള്ളി സെല് ചെയ്തുകൊണ്ടിരുന്നത് റെസ്യൂമ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നു. പുള്ളിയുടെ ഒരു വൈബ് ആക്ച്വലി വേറൊരു കഥ പറയാൻ അടുത്ത് വന്നാണ്. ആ സിനിമ നടന്നില്ല, പകരം ഈ സിനിമ നടന്നു. പക്ഷെ ഞങ്ങൾ വേറൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കാഷ്വലി നിയാസ് ഒരു ഐഡിയ ഷെയർ ചെയ്തു. ഞാനത് ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു. അത് ഒരു 10-15 ദിവസത്തിനുള്ളിൽ അതൊരു പ്രൊജക്റ്റായി മാറി എന്ന് പറയുന്നത് ആണ് ഈ സിനിമ. അത് പക്ഷെ അങ്ങനെ സംഭവിച്ചതല്ല. പറഞ്ഞു വരുമ്പോൾ നമ്മളെ ഒരുപാട് ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ടീമിൻ്റെ എന്താ പറയുക ഒരു വിഷനാണ് ഈ സിനിമ. ഈ സിനിമയിൽ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല. ഉള്ളതിൽ ഒരുപാട് പേര് ഈ സിനിമയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ എനിക്ക് ഏറ്റവും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ ഇന്ന് വരാതിരുന്ന നമ്മുടെ അജുവേട്ടന് അടക്കം ഇതേപോലെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിളിച്ച് ഈ സിനിമയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചു. അതേപോലെ പുതിയൊരു സുഹൃത്തിനെയും കൂടെ നമ്മുടെ സിനിമയിലേക്ക് വിളിച്ചു. പുള്ളി ആക്ച്വലി എല്ലാവരും ഒട്ടും എന്താ പറയുക അങ്ങനെ ആലോചിച്ച് ചിന്തിക്കാനൊന്നും സമയം എടുക്കാതെ പെട്ടെന്ന് പ്രൊജക്റ്റിലേക്ക് ഇന്നാവുമായിരുന്നു. അപ്പം ഐ മീൻ ഇറ്റ് ഹാഡ് എ ഗുഡ് വൈബ് ടു ഇറ്റ്. രവിചേട്ടനെ പോലൊരു എന്താ പറയുക എപ്പോഴും ചിരിക്കുന്ന, ഇതുവരെ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ഒരു പ്രൊഡ്യൂസർ നമുക്കുണ്ട്. അപ്പോൾ എന്താ പറയുക രശ്മി ചേച്ചി രവിചേട്ടനും കൂടിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ബാക്കി ക്രൂ ക്യാമറ ശ്രീരാജ് ഞാൻ വായിക്കുന്നില്ല, എല്ലാവരും ഇതിലുണ്ട്. സോ ബേസിക്കലി പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു നമ്മളൊരു അനൗൺസ്മെന്റ് ടീസർ അതിന്റെ കാര്യം പറഞ്ഞത്. അതായത് ഞങ്ങള് ഇങ്ങനൊരു പടം ഷൂട്ട് തുടങ്ങുമ്പോൾ ജൂലൈ ആവും. അപ്പൊ അത് ഇപ്പൊ തന്നെ അതിന്റെ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിക്കണം, ഒരു കഥ, അതിന്റെ ഒരു അനൗൺസ്മെന്റ് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രജിച്ചേട്ടനൊക്കെ കൂടെ ഒരു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ രജിച്ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്നാ ഒരു അനൗൺസ്മെന്റ് ടീസർ ചെയ്താലോ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ ഉണ്ട്. ബട്ട് സോറി, അതിന് മുന്നേ പറയേണ്ട 3 പേരുണ്ട്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് JK, അനന്തു ആൻഡ് കിഷോർ. ഇവർ 3 പേരുടെയും ഇവരുണ്ട്. നിങ്ങൾ സ്റ്റേജ് കയറിയില്ലായിരുന്നോ?
ഓക്കെ. അപ്പോൾ ഇതില് അനന്തുവിനെ ഞങ്ങൾ പണ്ട് അടികപ്പേരെ കൂട്ടമണി സിനിമയുടെ വിജയാഘോഷത്തിന്റെ സമയത്ത് അതിന്റെ മൂവി പ്രൊമോഷൻ എല്ലാം ഇൻവോൾവ് ആയിരുന്ന ഒരു കമ്പനി അവരിപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സാണ്. അതേപോലെ ഞാനും ഇതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവിലി ഒക്കെ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഞാനും ചെറിയൊരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ സ്ഥാനത്ത് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ബിക്കോസ് മൈ കമ്മിറ്റ്മെന്റ് ടു ദ മൂവി. ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നത് ആർക്കേഡോയും അശ്വൻ എന്ന് പറഞ്ഞ 2 മ്യൂസീഷ്യൻസ് ആണ്. ഞാൻ മുന്നേ വർക്ക് ചെയ്തത് നിങ്ങൾക്ക് അറിയായിരിക്കും. പണിവാളി എന്ന് പറഞ്ഞ ട്രാക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആർക്കേഡോ. അപ്പം ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും നമ്മൾ എല്ലാത്തിലും നമ്മൾ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ കഥ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഇത്രമാത്രം പറയാം. പ്ലൂട്ടോ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഒരു തിരസ്കരിക്കപ്പെട്ട ഗ്രഹമാണ്. അപ്പം അങ്ങനെ തിരസ്കരിക്കപ്പെട്ടവരുടെ ഒരു കഥയാണ്. പക്ഷെ അവരെങ്ങനെ ലൈഫിൽ തിരിച്ചു വരുന്നു എന്നൊക്കെ ആയിരിക്കും ഇത് പറയുന്നത് അല്ലേ. അത്ര അത് കൂടുതൽ ഞാൻ അല്ല അതാ കൊടുക്കാം മൈക്ക് കൊടുക്കാം. തീരെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നെ പല വേദികളിലും കാണാപ്പെടുന്നത്. പറഞ്ഞതൊക്കെ തന്നെയാണ് എന്റെ സമയം നീരിച്ചെടുത്തത്. ആശ്വസിച്ചിരിക്കായിരുന്നല്ലേ സമയം എടുത്തു കയറുമ്പോഴേ പറഞ്ഞ് എനിക്കും കൂടെ സംസാരിച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പോ പക്ഷെ ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഫൈനലി വി ആർ വർക്കിംഗ് ടുഗദർ. അടുത്ത പടത്തിൽ എന്നെ നായകനാക്കുമല്ലോ അല്ലേ. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കാണുന്ന നമ്മുടെ ദിനേശ് ചേട്ടനുണ്ട്, നമ്മുടെ ജോർജ് കോരി ഇരിപ്പുണ്ട്, പിന്നെ വേണുജി, നീതേജി, ഷംസു. ഞങ്ങളുടെ 1983 പ്രൊഡ്യൂസർ ആയിരുന്നു ഷംസു. അതിൻ്റെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് മൂവീസ്. അപ്പം എൻ്റെ വൈഫും എൻ്റെ അനിയനും അവിടെ ഇരിപ്പുണ്ട്. ദീപ്തി, നവനീത് ഇവിടെ പോയി. ഓക്കെ, അത്രേ ഉള്ളൂ, ഞാൻ നീട്ടുന്നില്ല. ഒരു ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ഒരു തുടക്കമാണ്. ആൻഡ് എനിക്ക് തുടങ്ങിയ മുതൽ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ട്. ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ സിനിമയായിട്ട് പുറത്തു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്ക് സ്റ്റേജിൽ പോയി അത്ര പരിചയമില്ല. സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്. നമ്മുടെ സൃഷ്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ പേര് രജു എന്നാണ്. ഞാൻ സിംഗപ്പൂർ ബേസ്ഡാണ്. ഓക്കറ്റ് ഫിലിംസിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും ഇതിൽ ഉണ്ടാവണം. പിന്നെ ഈ പ്രോജക്റ്റ് ഫോം ചെയ്യാൻ കാരണം അനന്തവും ജയിച്ചുമാണ്. അവരാണ് നീരജ് പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ എപ്പോഴും ചിരിച്ചും ഓക്കെ പറഞ്ഞ ആളാണ്. ചിരിക്കാനേ ഓക്കെ പറയാനേ അറിയത്തുള്ളൂ. ഇവരുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് അത് ചെയ്യുന്നത്. റിയാസ്, ആദിത്യൻ, പിന്നെ താങ്ക്സ് ടു ദീപുവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആദ്യമായിട്ട് പഠിച്ചപ്പോൾ ദീപുവിനെയാണ് ഇവർ പറയുന്നത്. എല്ലാത്തിനും കൂടെ എൻ്റെ വൈഫാണ്. പൈസ ആവശ്യമുള്ളപ്പോൾ ഇവർ വൈഫിനെ വിളിക്കും. ഞാൻ അറിയത്തില്ല, അവരെ വിളിക്കും. അപ്പം എല്ലാം നല്ലപോലെ വരും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഭയങ്കര ഉണ്ടാവണം. താങ്ക്സ് എല്ലാം. നീരജും അൽത്താഫും എല്ലാത്തിനും കൂടെ ഉണ്ട്. ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടറിന് പ്രത്യേകിച്ച് എനിക്കൊന്ന് എടുത്ത് പറയാനുണ്ട്. ആദിത്യൻ ചന്ദ്രശേഖർ. ആദിത്യൻ്റെ ഫസ്റ്റ് പടം ഇന്ത്യയിലും ചന്ദ്രികയിലും ഞാനൊരു ക്യാമിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ആളുകളാണ്. ഞങ്ങൾ വേറൊരു പടത്തിൻ്റെ ഡിസ്കഷൻ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് തള്ളിപ്പോയി. അപ്പോൾ ഈ പ്രോജക്റ്റിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വളരെ എന്താ പറയുക അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പൊസിഷനിലേക്ക് ആദ്യം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. ആദ്യയുടെ വലിയൊരു പടം മൾട്ടിവേഴ്സ് മന്മഥൻ വരാനിരിക്കെ ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നമ്മുടെ ടീമിൻ്റെ കൂടെ നിന്ന് ആദിക്കും ഒരു ബിഗ് താങ്ക്സ്. ഇവർ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാത്തിനും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ എല്ലാം പറയുന്നത് ഒന്നും പേടിക്കേണ്ട, ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. അതാണ് നമ്മളുടെ ഒരു ധൈര്യം. ഇനി നമുക്ക് ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റട്ടെ.
That's all? Okay. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.